ഒരു പ്രായച്ചിത്തം പോലെ. സിദ്ധു പറഞ്ഞത് ശരിയാ. സുധി ജീവിച്ചിരുന്നെങ്കിലേ അയാൾക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നല്ലോ. എന്തായിരുന്നു ഒരു ഗൂഢാലോചന? പുതിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ കണ്ടുപിടിച്ചോ? വന്ന് വന്ന് നിങ്ങൾക്ക് എന്റെ ദേഹത്ത് കൈവയ്ക്കാന്നായി അല്ലേ? അതും അവള് കാരണം. ഏതാവള് കാരണം? ആ നശിച്ച ദേവികയും അതിനേക്കാൾ നശിച്ച അവൾ അമ്മായിപ്പനും കാരണം. അവര് കാരണല്ലേ എനിക്ക് തല്ല് കിട്ടിയത്. നീ ശരിക്കും പൊട്ടിയാണോ അതോ പൊട്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ? നിനക്ക് തല്ല് കിട്ടിയെങ്കിലേ അതിന് ഉത്തരവാദി നിന്റെ വായി കിടക്കുന്ന നാക്ക. നാക്ക് ശരിയില്ലെങ്കിൽ വായി കിടക്കുന്ന പല്ലിന്റെ എണ്ണം കുറയുന്നെന്ന് കേട്ടിട്ടില്ലേ? അതാ ഇവിടെ സംഭവിച്ചത്. എന്നാലും തല്ലിയതിനെ ഞാൻ ന്യായീകരിക്കുന്നൊന്നുമില്ല. അത് പോട്ടെ, അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെ സംഭവിച്ചു പോയതാ. ഓ, ഞാനങ്ങ് ക്ഷമിച്ചു. നിന്നോട് ഞാൻ ക്ഷമ പറഞ്ഞൊന്നുമല്ല. എന്റെ ഒരു മര്യാദക്ക് ഞാൻ നിന്നൊന്ന് ആശ്വസിപ്പിച്ചു. പ്രേമേ, സുഭിക്ഷമായ ഭക്ഷണത്തിന് മുന്നിലിരിക്കുന്നവൻ വിശക്കുന്നവന്റെ വയറിന്റെ ആന്തൽ അറിയത്തില്ല. അതുപോലെയാ ഇപ്പൊ സുധിയുടെ വീട്. സങ്കടത്തിന്റെയും ഇല്ലായ്മയുടെ ഒക്കെ പടുകുഴിയിലാ ഇപ്പൊ അവിടെ ഉള്ളവർ. വീടിന്റെ അകത്തും പുറത്തും ഒക്കെ ശത്രുക്കളാ. അതിനിടയിൽ നീയും കൂടെ അവർക്കെതിരെ നിൽക്കേണ്ട കാര്യമില്ല. ദേവികയും സിദ്ധുവും ഒരുമിച്ച് ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ. സിദ്ധുവിന്റെ ജീവിതം നീ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആവണമെന്ന്